ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാരങ്ങയുടെ തൊലിയും കറ്റാർ വാഴയും കൊണ്ട് നമ്മൾ മുഖത്തൊക്കെ വരുന്ന മുഖക്കുരു മാറ്റാനുള്ള ഒരു നല്ലൊരു കിടില സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ സോപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇതിൽ നിന്ന് 4 നാരങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ആ ഒരു പുറത്തുള്ള തൊലി മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഇവിടെ ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് അതിൻ്റെ പിറം തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ പുളിപ്പൊന്നും വരാതെ തന്നെ അതിൻ്റെ ആ പുറം തൊലി മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 4 നാരങ്ങയുടെ തൊലിയും കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ അലോവേര എടുക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം അലോവേര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മളിവിടെ കുറച്ച് സോപ്പാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് അളവിൽ മാത്രമേ അലോവേര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ സൈഡിലുള്ള മുള്ളും അതുപോലെ തന്നെ പിറം തൊലിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിൻ്റെ ആ ഒരു ജെല്ല് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ സോപ്പ് തയ്യാറാക്കുന്നത് അലോവേരയും നാരങ്ങയുടെ തൊലിയും കൊണ്ടാണ് ഈ സോപ്പ് തയ്യാറാക്കുന്നത്. നല്ലൊരു സോപ്പാണ് കേട്ടോ. നമ്മളെ മുഖക്കുരുവൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സോപ്പാണ്. അപ്പോൾ ഞാൻ അതവിടെ അതിൻ്റെ ജെല്ലെല്ലാം ഒന്ന് പാത്രത്തിലേക്ക് എല്ലാം ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ജെല്ലും എടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊലിയിലേക്ക് ഇതിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അരച്ചെടുത്ത് ആ ഒരു നാരങ്ങ ജ്യൂസിന് നമുക്ക് ഈ ഒരു അരിപ്പ വെച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിതിൽ ഒരു തുള്ളി വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. ആ ഒരു അലോവേരയുടെ ജെല്ല് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് കൊണ്ട് അതിനെ നല്ലതുപോലെ പിഴിഞ്ഞ് ആ ജ്യൂസ് അത്രയും നമുക്ക് ആ പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ മുഖക്കുരുവൊക്കെ മാറാൻ വേണ്ടി നമ്മൾ നാരങ്ങയൊക്കെ തേക്കാറുണ്ടല്ലോ, മുഖക്കുരുവൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ സോപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ ജ്യൂസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായ സോപ്പ് ബേസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കിലോ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയും തയ്യാറാക്കുന്നില്ല. എനിക്കിവിടെ 250 ഗ്രാം അളവിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനെ ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റാക്കി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എത്ര ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നോ അത് എളുപ്പത്തിൽ നമുക്ക് നല്ലതുപോലെ മെൽറ്റായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന സോപ്പ് ബേസിൽ ഗ്ലിസറിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ ഗ്ലിസറിനങ്ങ് ഒന്നും ചേർക്കേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാതായി ഇളക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സോപ്പാണ്. സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് സോപ്പ് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സോപ്പ് ബേസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇതിനെ ഇറക്കി വെച്ച് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. കാരണം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയാണല്ലോ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇവിടെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. ഒരു 5 മിനിറ്റ് മാത്രമേ അത് എടുത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ നാരങ്ങയും അലോവേരയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറൊന്ന് മാറിയത് കണ്ടോ. മഞ്ഞയും ഓറഞ്ചും കൂടി കലർന്ന ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അത് ചൂടാക്കിയ ശേഷം ഇതിനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റാം കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനവിടെ സോപ്പ് മോൾഡ് എടുത്തിട്ടുണ്ട്. സോപ്പ് മോൾഡ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നമുക്ക് ചെറിയ സ്റ്റീൽ കിണ്ണങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചായ കുടിക്കുന്ന പേപ്പർ കപ്പോ മതി കേട്ടോ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. ഒന്ന് സ്റ്റീൽ കിണ്ണങ്ങളിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എണ്ണ ഒന്ന് തടവിയ ശേഷം നമുക്കിത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു പതയൊന്ന് നമുക്കൊരു സ്പൂണ് കൊണ്ടൊന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ സെറ്റായി വരുമ്പോൾ ആ പതയെല്ലാം പുറത്തിരിക്കും. നമുക്ക് സോപ്പ് കാണാൻ തന്നെ ഒട്ടും ഭംഗി കാണില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് പതയെല്ലാം മാറ്റിയ ശേഷം ഇതിനെ 2 മണിക്കൂറാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. കാരണം
നമ്മളിതിലധികം ഇതൊന്നും ജ്യൂസൊന്നും ചേർത്തിട്ടില്ലല്ലോ, പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ സോപ്പ് ഇവിടെ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലൊരു സോപ്പാണ്, നമ്മുടെ മുഖത്ത് വരുന്ന മുഖക്കുരുവും പാടെല്ലാം മാറ്റാൻ പറ്റിയ നല്ലൊരു സോപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 250 ഗ്രാം സോപ്പ് ബേസ് വെച്ച് 4 സോപ്പ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ വീട്ടിൽ കടയിൽ നിന്നൊക്കെ സോപ്പ് വാങ്ങിക്കാതെ വീട്ടിൽ ഇതുപോലെ ഓരോ സാധനങ്ങൾ വെച്ച് നമുക്ക് ആവശ്യമുള്ള സോപ്പുകൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സോപ്പൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല സോപ്പാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.